മുഖ്യമന്ത്രിക്കെതിരെ കരിങ്കൊടി വീശി പ്രതിഷേധിച്ച കേസ് ഹൈക്കോടതി റദ്ദാക്കി. പറവൂരിൽ മുഖ്യമന്ത്രിക്കെതിരെ കരിങ്കൊടി വീശിയതിന് രജിസ്റ്റർ ചെയ്ത കേസാണ് റദ്ദാക്കിയത്. കരിങ്കൊടി പ്രതിഷേധം അപകീർത്തികരമോ അപമാനിക്കലോ അല്ല എന്ന് കോടതി വ്യക്തമാക്കുകയാണ്. ശ്രീകാന്ത് വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. ശ്രീകാന്ത്, ഇക്കാര്യത്തിൽ എന്താണ് കോടതിയുടെ പരാമർശം? ഇത് വളരെ പ്രധാനപ്പെട്ടതും എന്ന് വെച്ചാൽ ഇത്തരം പ്രതിഷേധങ്ങളെ പോലീസ് എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നതിൽ ഒരു ഗൈഡ് ലൈൻ കൂടി ആവുകയാണല്ലോ ഈ ഉത്തരവ്, അല്ലേ? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസിന്റെ ബെഞ്ചാണ്, സീനിയർ ജഡ്ജ് കൂടിയാണ് അദ്ദേഹത്തിന്റെ ബെഞ്ചാണ് സുപ്രധാനമായ ഈ ഉത്തരവ് പുറപ്പെടുവിച്ചത്. കോൺഗ്രസിന്റെ ഒരു പ്രതിഷേധം 2017 പറവൂരിൽ വെച്ച് നടന്നിരുന്നു. ആ സമയത്ത് കരിങ്കൊടി മുഖ്യമന്ത്രിയെ കാണിച്ചത് അപകീർത്തിപരവും അതോടൊപ്പം തന്നെ അപമാനിക്കാൻ ലക്ഷ്യമിട്ടുള്ളതുമാണ് എന്നുള്ളതായിരുന്നു പോലീസിന്റെ ആരോപണം. അതുപ്രകാരം കേസെടുക്കുകയും ചെയ്തിരുന്നു. ഇത് ചോദ്യം ചെയ്ത് കോടതിയെ സമീപിച്ചതിനെ തുടർന്നാണ് ആ കേസ് ഇപ്പോൾ റദ്ദാക്കിയത്. കോടതി പറയുന്നത് ഇങ്ങനെയാണ്: കരിങ്കൊടി പ്രതിഷേധം അപകീർത്തികരമോ അപമാനിക്കലോ അല്ല. ഏത് നിറത്തിലുള്ള കൊടി ഉപയോഗിച്ചുള്ള പ്രതിഷേധവും നിയമവിരുദ്ധമല്ല, അത് നിയമപരമായി തന്നെ ചെയ്യാവുന്നതാണ്. പറവൂരിൽ മുഖ്യമന്ത്രിക്കെതിരെ കരിങ്കൊടി വീശിയതിന് രജിസ്റ്റർ ചെയ്ത കേസ് റദ്ദാക്കുകയാണെന്ന് കോടതി പറഞ്ഞു. ഉദ്യോഗസ്ഥരുടെ ജോലി തടസ്സപ്പെടുത്തിയെന്ന കുറ്റവും റദ്ദാക്കി. പ്രതിഷേധത്തിനിടെ ചെറിയ മൽപ്പിടുത്തമൊക്കെ ഉണ്ടാകും, അതിനൊക്കെ പോയി കേസെടുക്കാൻ നിന്നാൽ എല്ലാ ചെറിയ കാര്യത്തിനും കേസെടുക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകും. ഇത് ആശാസ്യമല്ലെന്നും കോടതി പറയുന്നു. അതായത് ഇത്തരത്തിലുള്ള കരിങ്കൊടി പ്രതിഷേധങ്ങളൊക്കെ തന്നെ നിയമത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് ചെയ്യുന്നതിന് തെറ്റില്ല, തടസ്സങ്ങളില്ല എന്ന് പറഞ്ഞു വെക്കുകയാണ് കോടതി. യെസ്, ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്. ശ്രീകാന്ത്, ഇന്നത്തെ രണ്ട് പ്രധാനപ്പെട്ട ഉത്തരവുകൾ ഇപ്പോൾ സജി ചെറിയാന്റെ കേസിലും ഈ കേസിലും രണ്ടും ജസ്റ്റിസ് ബെച്ചു കുര്യന്റെ ബെഞ്ചിൽ നിന്നാണ് വന്നത്, അല്ലേ? തീർച്ചയായും ഇന്ന് ചർച്ചയായ പ്രധാനപ്പെട്ട രണ്ട് കേസുകളും ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസിന്റെ സിംഗിൾ ബെഞ്ചാണ് വിധിച്ചത്. യെസ്, അങ്ങനെ പ്രധാനപ്പെട്ട രണ്ട് കോടതി വാർത്തകൾ ഈ വാർത്താ പകലിൽ ചർച്ചയാവുകയാണ്. ശ്രീകാന്താണ് വിശദാംശങ്ങൾ നൽകി.